നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇരു മുന്നണികളും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇടതുപക്ഷത്തെക്കുറിച്ച് നമുക്കറിയാം. ഇടതുപക്ഷം കഴിഞ്ഞ 9 വർഷം നടത്തിവന്ന വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരിക. അതിൽ സാമൂഹ്യക്ഷേമ പെൻഷനും വിഴിഞ്ഞം വികസന പദ്ധതികളും ഒട്ടേറെ അത്തരത്തിൽ സർക്കാർ അവകാശപ്പെടുന്ന നിരവധി പദ്ധതികൾ മുൻനിർത്തിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തി LDF അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മറുപക്ഷത്ത് KPCC അധ്യക്ഷൻ മാറിയത് കോൺഗ്രസിനെയും UDFനെയും ചെറുതല്ലാത്ത രീതിയിൽ ക്ഷീണിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സണ്ണി ജോസഫ് അല്ല കെ സുധാകരൻ വന്നിറങ്ങുന്ന സ്ഥലത്തൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് അണികൾക്ക് വലിയ ആവേശവും അത്തരത്തിൽ വലിയ പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രചരണ പരിപാടികളും മുന്നോട്ട് പോകാറുള്ളത്. അത് ഇത്തവണ ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ അവസാനിച്ചിട്ടില്ല. പക്ഷേ മലപ്പുറത്തെ വിഷയം നമുക്കറിയാം. നിലമ്പൂരിലാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി അത് UDFന് എന്തായാലും തുണയാകും. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ ഒരു സംഘടനാ പ്രവർത്തനമൊക്കെ സജീവമായി നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനുള്ളിലെ ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിവെച്ചാൽ വികസന മുരടിപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ ഒന്നും നടന്നില്ല, അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ, മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടായിരിക്കും എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ മറുപക്ഷം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുക. എന്തായാലും കാഹളങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJPയുടെ നിലപാടാണ്. BJP അവിടെ മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ BJP അധ്യക്ഷൻ്റെ തന്നെ നിലപാട് അത്തരത്തിലാണ്. ഇതൊരു അതായത് വേണ്ടാത്ത സമയത്താണ് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. അതായത് ഒരു ഉപകാരവും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാക്കാൻ തരുന്ന തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പല്ല, അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്നാണ് BJPയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ NDA കോർ കമ്മിറ്റി BJP കോർ കമ്മിറ്റി ചേർന്നിരുന്നു. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷനും BJP ജില്ലാ നേതൃത്വത്തിനും ഈ ഒരു കാര്യത്തിൽ തീരുമാനം എന്താവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം അവർക്കായി ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ BJP മത്സരിക്കുന്നില്ല എങ്കിൽ അത് ആർക്കാണ് ദോഷം ചെയ്യുക എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും 10,000 വോട്ടിനപ്പുറത്ത് BJPക്ക് ആ മണ്ഡലത്തിലുണ്ട്. അത് ഏറിയും കുറഞ്ഞും ഒക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് 4,000-ഓളം കുറഞ്ഞിരുന്നു. 2,500 വോട്ടുകൾക്കാണ് അന്ന് PV അൻവർ വിജയിച്ചത് എന്നും ഓർക്കണം. അതുകൊണ്ട് തന്നെ 10,000 വോട്ടുള്ള BJPയുടെ നിലപാട് ഏറെ നിർണായകമാണ്. അത് ഒരുപക്ഷെ അവിടെ ആരെ തുണയ്ക്കും എന്ന കാര്യത്തിലും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടായാൽ അത് പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ഒക്കെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJPക്ക് മേൽ കുതിര കയറാനുള്ള ഒരവസരവും ഉണ്ടാകും. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നാൽ അത് BJPക്കുള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കങ്ങൾക്കും നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.